Hi dears, welcome back. Here is a short, inspiring story that you can understand very easily and help to improve your conversation skills. നമ്മളിപ്പോൾ നമ്മുടെ കഥകളിലൂടെ ഇംഗ്ലീഷ് പഠിക്കുന്ന ഒരു ജേർണി തുടങ്ങിയിട്ട് ഇന്നേക്ക് 3 ദിവസമായി അല്ലേ. വളരെയധികം നല്ല റെസ്പോൺസാണ് നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ നല്ല ഉപകാരപ്പെടുന്ന വീഡിയോസ് ആണെന്ന് അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. അതുകൊണ്ട് ഞാൻ ഇനിയും അത്തരത്തിലുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യാനാണ് വിചാരിക്കുന്നത്. വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള വളരെ ഷോർട്ടായിട്ടുള്ള ഒരു സ്റ്റോറിയാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് കേട്ടോ. സോ നമുക്ക് തുടങ്ങിയാലോ. Once there was a small bird who lived in a forest. once എന്ന് പറഞ്ഞാൽ നമ്മൾ പറയില്ലേ ഒരിക്കൽ, പണ്ടൊരിക്കൽ എന്നൊക്കെ പറയില്ല, അതിനാണ് once എന്ന് പറയുന്നത് കേട്ടോ. once there was a small bird who lived in a forest. there was a small bird. there was എന്ന് പറഞ്ഞാൽ എന്താ മീനിങ്? നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ സ്റ്റോറിയിൽ ഞാൻ പറഞ്ഞു there was എന്ന് പറഞ്ഞാൽ ഉണ്ടായിരുന്നു എന്നുള്ള മീനിങ് ആണ് കേട്ടോ. there was a small bird, ഒരു ചെറിയ പക്ഷി ഉണ്ടായിരുന്നു. who lived in a forest. എവിടെയാണ് ഉണ്ടായിരുന്നത്? അതൊരു ഫോറസ്റ്റിലായിരുന്നു ജീവിച്ചിരുന്നത് അല്ലെ. ഒരു ഫോറസ്റ്റിൽ ജീവിക്കുന്ന ഒരു ചെറിയ ഒരു ബേർഡ് ഉണ്ടായിരുന്നു. ഒരു ഫോറസ്റ്റിൽ ഒരു ചെറിയ ബേർഡ് ഉണ്ടായിരുന്നു എന്നാണ് അതിൻ്റെ സിമ്പിൾ ആയിട്ടുള്ള മീനിങ്. One day a big storm came. One day a big storm came. What is the meaning of storm? എന്താ storm എന്ന് പറഞ്ഞാൽ കൊടുങ്കാറ്റ് അല്ലേ. one day a big storm came. കണ്ടോ, came, കമ്മിൻ്റെ V2 ഫോം ആയ came ആണ് വന്നിട്ടുള്ളത് അല്ലേ. വലിയൊരു കൊടുങ്കാറ്റ് വന്നു. പാസ്റ്റ് ടെൻസിലാണ് അധിക കഥകളും നമ്മൾ പറയാറുള്ളത്, പാസ്റ്റ് ടെൻസിലാണ് അല്ലേ. സോ വലിയൊരു എന്ത് വന്നു? ഒരു കൊടുങ്കാറ്റ് വന്നു. ആൻഡ് ദ ബേർഡ്സ് നെസ്റ്റ് വാസ് ഡെസ്ട്രോയിഡ്. ആൻഡ് ദ ബേർഡ്സ് നെസ്റ്റ്, ബേർഡിൻ്റെ മേലെ അപ്പോസ്ട്രോഫി എസ് ഇട്ടാൽ ബേർഡിൻ്റെ എന്നുള്ള മീനിങ് ആണ് കേട്ടോ. ബേർഡ്സ് നെസ്റ്റ്, നെസ്റ്റ് എന്ന് പറഞ്ഞാൽ കൂട്. വാസ് ഡെസ്ട്രോയിഡ്, അത് എന്താണ്? നശിപ്പിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ എന്താണ്? വലിയൊരു കാറ്റിൽ ബേർഡിൻ്റെ കൂട് നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ നശിച്ചു, കൂട് തകർന്നു പോയി എന്നുള്ള മീനിങ് ആണ് ഡെസ്ട്രോയിഡ് എന്ന് പറയുന്നത് കേട്ടോ. The bird was very sad. The bird was very sad. ബേർഡ് വളരെ സങ്കടത്തിലായിരുന്നു. And didn't know what to do. And didn't know. എന്താ didn't എന്ന് പറയുന്നത് പാസ്റ്റ് ആണല്ലേ. didn't know, അറിയില്ലായിരുന്നു. എന്ത്? what to do, എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. ഒരു കൊടുങ്കാറ്റ് വന്നിട്ട് ബേർഡിൻ്റെ കൂട് തകർത്തു. അപ്പോൾ ബേർഡ് വളരെയധികം സങ്കടത്തിലായി. ഇനി എന്ത് ചെയ്യണമെന്ന് ബേർഡിന് യാതൊരു ഐഡിയയും ഇല്ല അല്ലേ. ഈ ഒരു പാരഗ്രാഫ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. സ്റ്റോറിയുടെ ഫസ്റ്റ് നമുക്ക് മനസ്സിലായില്ലേ. ഇനി നമ്മുടെ സ്പീക്കിംഗ് സ്കിൽ അല്ലെങ്കിൽ കോൺവെർസേഷൻ സ്കിൽ എങ്ങനെയാണ് ഇമ്പ്രൂവ് ആവുക എന്ന് വെച്ചാൽ, ഈ ഒരു സ്റ്റോറിയിൽ നിന്ന് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കും. നിങ്ങൾ എന്ത് ചെയ്യണം? അതിൻ്റെ ആൻസർ നിങ്ങൾ എനിക്ക് പറഞ്ഞു തരണം കേട്ടോ. ഓക്കെ, റെഡി അല്ലേ? നിങ്ങൾ വായ തുറന്ന് ആൻസർ പറയാട്ടോ. എന്നാലേ നമ്മുടെ കോൺവെർസേഷൻ സ്കിൽ അല്ലെങ്കിൽ സ്പീക്കിംഗ് സ്കിൽ ഇമ്പ്രൂവ് ആവുള്ളൂ അല്ലേ. വാട്ട് ഹാപ്പൻ ടു ദ ബേർഡ്സ് നെസ്റ്റ്. ബേർഡിൻ്റെ കൂടിന് എന്താണ് സംഭവിച്ചത്? ക്യാൻ യു സേ ഇൻ ഇംഗ്ലീഷ്? Can you say the answer in English? Try to say in English. Yes, what happened to the bird's nest? Yes, the bird's nest was destroyed. നിങ്ങൾ പറയാൻ ശ്രമിക്കുക കേട്ടോ. നിങ്ങൾക്ക് അറിയുന്ന പോലെ പറഞ്ഞാൽ മതി. തെറ്റാവോ ശരിയാണോ എന്നൊന്നും നിങ്ങൾ നോക്കണ്ട. നിങ്ങൾക്ക് മനസ്സിലായ ആൻസർ പറയുക. എന്താണ് സംഭവിച്ചത്? The bird's nest was destroyed. How the bird's nest was destroyed? അല്ലെങ്കിൽ how did the bird's nest destroy? How did the bird's nest destroy? Say in English. The bird's nest was destroyed by the strong wind. Strong wind കൊണ്ടാണ് അത് നശിച്ചു പോയത് അല്ലേ. Yes, very good. Then how did the bird feel? ഒരു ക്വസ്റ്റ്യനും കൂടെ ചോദിക്കാം അല്ലേ. ഹൗ ഡിഡ് ദ ബേർഡ് ഫീൽ?
അപ്പോൾ ബേർഡിന് എന്താണ് ഫീൽ ചെയ്തത്, എങ്ങനെയാണ് ഫീൽ ചെയ്തത്? ഹൗ ഡിഡ് ദ ബേർഡ് ഫീൽ? Say in English. Try to say in English. Yes, the bird felt. How did the bird feel എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ആൻസർ പറയുമ്പോൾ ഡിഡും ഫീലും ചേർത്ത് ഫെൽറ്റ് എന്ന് പറയാൻ ശ്രമിക്കുക. അതല്ല, നിങ്ങൾ അതൊന്നും ഓർക്കണ്ട. നിങ്ങൾ എന്ത് ചെയ്യുക, ഞാൻ ചോദിക്കുമ്പോൾ ആൻസർ എനിക്ക് പെട്ടെന്ന് പറയാൻ ശ്രമിക്കുക കേട്ടോ. യെസ്, ദ ബേർഡ് felt very sad. The bird felt very sad. But then she remembered something her mother had told her. But then she remembered something. പക്ഷേ അവൾ സങ്കടപ്പെട്ടിരിക്കുകയല്ലാതെ എന്താണ് ചെയ്തത്? ആ സങ്കടത്തിൽ മുഴുകിയിരിക്കുകയാണോ ചെയ്തത്? അല്ല. പിന്നെ അവൾ എന്താ ചെയ്തത്? ഷീ റിമെമ്പേർഡ്. എന്താ റിമെമ്പർ എന്ന് പറഞ്ഞാല്? ഓർക്കുക അല്ലെ? റിമെമ്പറിന്റെ പാസ്റ്റ് ആണ് റിമെമ്പേർഡ്. അവൾ ഓർത്തു. എന്താണ് ഓർത്തത്? സംതിങ്, എന്തോ കുറച്ച് കാര്യങ്ങൾ അവൾ ഓർത്തു. ഹെർ മദർ ഹാഡ് ടോൾഡ് ഹെർ. അവളുടെ മദർ ഹാഡ് ടോൾഡ്. നമ്മൾ പഠിച്ച കാര്യങ്ങൾ വരുന്നുണ്ടല്ലേ? ഹാഡ് ടോൾഡ്. ടെല്ലിന്റെ V3 ഫോം ആണ് ഹാഡ് ടോൾഡ് എന്ന് പറയുന്നത് അല്ലെ? ടെൽ എന്ന് പറഞ്ഞാൽ പറയുക, ടോൾഡ് എന്ന് പറഞ്ഞാൽ പറഞ്ഞു, ഹാഡ് ടോൾഡ് എന്ന് പറഞ്ഞാൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? സംതിങ് ദാറ്റ് ഹെർ മദർ ഹാഡ് ടോൾഡ് ഹെർ. അവളുടെ മദർ അവളോട് പറഞ്ഞിട്ടുണ്ടായിരുന്ന കുറച്ച് കാര്യങ്ങൾ അവൾക്ക് ഓർമ്മയിൽ വന്നു എന്നാണ് അതിൻ്റെ മീനിങ്. നിങ്ങൾ തന്നെ സ്വയം മീനിങ് ഫസ്റ്റ് തവണ നിങ്ങൾ വീഡിയോ കണ്ടിട്ട് രണ്ടാമത്തെ തവണ നിങ്ങൾ എന്ത് ചെയ്യുക, വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് നിങ്ങൾ സ്വന്തമായിട്ട് അത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് മീനിങ് പറയാൻ പറ്റുന്നുണ്ടോ? കറക്റ്റ് മീനിങ് നിങ്ങൾക്ക് പറയാൻ കഴിയും. കാരണം നമ്മൾ കഴിഞ്ഞ സീരീസിലൊക്കെ V1, V2, V3 ഫോം കറക്റ്റായിട്ട് എങ്ങനെയാണ് പറയുക, എന്താണ് എല്ലാം പച്ച മലയാളത്തിൽ ഞാൻ മീനിങ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഷുവറായിട്ടും നിങ്ങൾക്ക് ഈ ഒരു രീതിയിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പാണ്. ദെൻ എന്താണ് അവളുടെ മദർ പറഞ്ഞത് എന്നാണ് പിന്നെ കൊട്ടേഷനിൽ കൊടുക്കുന്നത്. When life gives you lemons, make lemonade. എന്താണ് അവളുടെ മദർ പറഞ്ഞത്? When life gives you lemons. ലൈഫ് നിനക്ക് ലെമൺ തന്നാൽ, നാരങ്ങ നിനക്ക് തന്നാൽ, മേക്ക് ലെമനേഡ്, നീ എന്തുണ്ടാക്കുക? നാരങ്ങ വെള്ളം ഉണ്ടാക്കുക. എന്താണ് അവൾ ഓർത്തത്? അവളുടെ അമ്മ പറഞ്ഞ കുറച്ച് വാക്കുകളാണ്. When life gives you. When life gives. കണ്ടോ, ഗിവിന്റെ കൂടെ എസ് വന്നിട്ടുണ്ട് അല്ലേ? എന്തുകൊണ്ടാണ്? ലൈഫ് എന്നുള്ളത് സിംഗുലർ ആയിട്ട് യൂസ് ചെയ്യുന്നത് കൊണ്ട്, ലൈഫ് സിംഗുലർ ആയതുകൊണ്ട് ഗിവിന്റെ കൂടെ എസ് ഫോം ചൂസ് ചെയ്യണം അല്ലേ? യെസ്, വെൻ ലൈഫ് ഗിവ്സ് യു ലെമൺസ്. നിന്റെ ജീവിതം നിനക്ക് നാരങ്ങകളാണ് തരുന്നതെങ്കിൽ മേക്ക് ലെമനേഡ്, നീ എന്ത് ചെയ്യാ? ലെമനേഡ്, നാരങ്ങാ വെള്ളം ഉണ്ടാക്കുക. എന്താണ് നിങ്ങൾക്ക് ഇതിൽ നിന്ന് മനസ്സിലായത്? ഈ ഒരു കോട്ടിലൂടെ വളരെയധികം ചിന്തിക്കാനുള്ള ഒരു കാര്യമാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത് അല്ലേ? എന്താണ്, നമുക്ക് നാരങ്ങ കയ്യിൽ കിട്ടിയാൽ നമ്മൾ നാരങ്ങയുടെ ടേസ്റ്റ് എന്താ? വളരെ പുളിയാണല്ലേ, സോറാണല്ലേ ടേസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ നാരങ്ങ കയ്യിൽ കിട്ടിയാൽ അതും പിടിച്ചോണ്ടിരുന്ന് ഇത് ഭയങ്കര പുളിയാണെന്ന് വിചാരിച്ച് അത് വലിച്ചെറിയുന്നവരുണ്ടാകാം. എന്നാൽ നമ്മൾ മാറ്റി ചിന്തിക്കുക. എന്താണ്, നമുക്കൊരു നാരങ്ങ കിട്ടിയാൽ അതിനെ എങ്ങനെ ടേസ്റ്റി ആക്കാം, എങ്ങനെ മധുരമുള്ളതാക്കി മാറ്റാം? നാരങ്ങ വെള്ളം ഉണ്ടാക്കിയാൽ നമുക്കത് മധുരമുള്ളതാക്കാം. അത് ഷുഗർ ഇട്ടാൽ മധുരമാകും, ഉപ്പിട്ടാൽ സാൾട്ടി ടേസ്റ്റ് ആവും. അപ്പോഴും അതെന്താണ്, ടേസ്റ്റിയായി മാറും. അപ്പോൾ നമ്മുടെ ലൈഫിൽ എന്ത് കയ്പേറിയ സംഭവങ്ങളോ അല്ലെങ്കിൽ എന്തൊരു ഡിഫിക്കൽട്ടീസ് ഉണ്ടായാലും നിങ്ങൾ അതിനെ പോസിറ്റീവായി മാറ്റുക എന്നാണ് അതിൻ്റെ മീനിങ് കേട്ടോ. എന്താണ്, ഈ ഒരു സെന്റൻസ് വളരെ നിങ്ങൾക്ക് പല സ്ഥലങ്ങളിലും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിലുള്ള ഒരു സെന്റൻസ് ആണല്ലേ. നമുക്ക് നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും ഡിഫിക്കൽട്ടീസ് വന്നാൽ യു മേക്ക് ദാറ്റ് ഡിഫിക്കൽട്ടി ടു പോസിറ്റീവ്. ആ ഡിഫിക്കൽട്ടീസിനെ നിങ്ങൾ പോസിറ്റീവ് ആക്കിയിട്ട് മാറ്റുക എന്നാണ് അവളുടെ മദർ പറഞ്ഞത് അല്ലേ. സോ ദ ബേർഡ് ഡിസൈഡഡ് ടു ബിൽഡ് എ ന്യൂ നെസ്റ്റ്.
അപ്പോൾ അത് ആലോചിച്ചപ്പോ അതുകൊണ്ട് ദ ബേർഡ് ഡിസൈഡഡ്, ഡിസൈഡിന്റെ പാസ്റ്റ് ആണ് ഡിസൈഡഡ്. ഡിസൈഡ് എന്ന് പറഞ്ഞാൽ തീരുമാനിക്കുക, ഡിസൈഡഡ് എന്ന് പറഞ്ഞാൽ തീരുമാനിച്ചു. സോ ദ ബേർഡ് ഡിസൈഡഡ് ടു ബിൽഡ് എ ന്യൂ നെസ്റ്റ്. ടു ബിൽഡ് ഉണ്ടാക്കാൻ, ടു ആൻ എന്നുള്ള അർത്ഥത്തിലാണ്. ടു ബിൽഡ് ഒരു വേർബിന്റെ നേരെ മുന്നിൽ ടു വന്നാൽ ആൻ എന്നുള്ള അർത്ഥമാണ് വരിക കേട്ടോ. സോ ദ ബേർഡ് ഡിസൈഡഡ് ടു ബിൽഡ് എ ന്യൂ നെസ്റ്റ്, പുതിയൊരു കൂടുണ്ടാക്കാൻ തീരുമാനിച്ചു. ഈവൻ ബെറ്റർ ദാൻ ദ വൺ ഷീ ഹാഡ് ബിഫോർ. ഈവൻ ബെറ്റർ ദാൻ ദ വൺ, ഒന്നിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള, ഏതൊന്നിനേക്കാൾ? ഷീ ഹാഡ് ബിഫോർ, മുമ്പ് അവൾക്ക് മുമ്പുണ്ടായിരുന്നതിനേക്കാൾ നല്ല ബെറ്റർ ആയിട്ടുള്ള ഒരു കൂടുണ്ടാക്കാൻ അവൾ തീരുമാനിച്ചു. അപ്പൊ എൻ്റെ കൂട് പൊളിഞ്ഞേന്നും പറഞ്ഞ് ആ സങ്കടത്തിൽ ഇരിക്കുകയാണോ ചെയ്തത്? അല്ല. അപ്പൊ അവൾക്ക് അവളുടെ അമ്മയുടെ വാക്കുകൾ ഓർമ്മ വരികയാണ്. എന്നിട്ട് അവൾ തീരുമാനിക്കുകയാണ്, മുമ്പുണ്ടായിരുന്നതിനേക്കാൾ എനിക്ക് ഒരു പുതിയ ഒരു നെസ്റ്റ് ഉണ്ടാക്കാൻ അവള് തീരുമാനിച്ചു. യെസ്, ഇതിൽ നിന്ന് നമുക്ക് പല ക്വസ്റ്റ്യൻസ് ചോദിക്കാം അല്ലെ. What did the bird's mother tell her? ബേർഡിന്റെ മദർ അവളോട് എന്താണ് പറഞ്ഞത്? ആൻസർ പ്ലീസ് സേ. What did the mother tell her? Yes, when life gives you lemons, എന്താ പറഞ്ഞത്? You make lemonade. വെരി ഗുഡ്, വെരി ഗുഡ്. നിങ്ങൾക്ക് പറയാൻ കഴിഞ്ഞെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോ, നിങ്ങളുടെ ഇംപ്രൂവ്മെന്റിന്റെ, നിങ്ങളുടെ പ്രോഗ്രസിന്റെ ലെവലിലേക്ക് നിങ്ങൾ എത്തിയിട്ടുണ്ട്. ഇനി ധൈര്യമായിട്ട് നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കുക കേട്ടോ. യെസ്, ദെൻ ഷീ വർക്ക്ഡ് ഹാർഡ് എവ്രി ഡേ. ഷീ വർക്ക്ഡ് ഹാർഡ് എവ്രി ഡേ, എല്ലാ ദിവസവും. എന്നിട്ട് അവൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു? വർക്ക് ചെയ്തു. അവൾ അതിന് വേണ്ടിയിട്ട് ഹാർഡായിട്ട് വർക്ക് ചെയ്തു, കഠിനാധ്വാനം ചെയ്തു. കളക്ടിങ് ട്വിക്സ് ആൻഡ് ലീവ്സ്. കളക്ടിങ് ട്വിക്സ്, എന്താ ട്വിക്സ് എന്ന് പറഞ്ഞാൽ മരച്ചില്ലകൾ കൊണ്ടൊക്കെ അല്ലേ നമ്മുടെ മരച്ചില്ലകൾ, ലീവ്സ്, അതായത് ഇലകളൊക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മുടെ ബേർഡ്സ് കൂടുണ്ടാക്കുക അല്ലെ. യെസ്, അവൾ എങ്ങനെയാണ് വർക്ക് ചെയ്തത് എന്നാണ് പറയുന്നത്. കളക്ടിങ് ട്വിക്സ്, മരച്ചില്ലകൾ കളക്ട് ചെയ്തു. ആൻഡ് ലീവ്സ്, ലീഫ് എന്നുള്ളതിന്റെ പ്ലൂറലാണ് ലീവ്സ് എന്ന് പറയുന്നത്. ലീഫ് എന്ന് പറഞ്ഞ ഇല, ലീവ്സ് എന്ന് പറഞ്ഞ ഇലകൾ. ആൻഡ് സ്ലോലി ബട്ട് ഷുവർലി, നല്ല ഒരു പ്രയോഗം അവിടെ വന്നത് നോക്കിയേ. ആൻഡ് സ്ലോലി ബട്ട് ഷുവർലി, അവൾ പതുക്കെ പതുക്കെ ഓരോ ദിവസവും കുറച്ച് ട്വിക്സും ലീവ്സ് എല്ലാം കളക്ട് ചെയ്യാൻ തുടങ്ങി. അതാണ് സ്ലോലി ബട്ട് ഷുവർലി. പക്ഷേ തീർച്ചയായിട്ടും her new nest began to take shape. അവളുടെ പുതിയ കൂട് എന്താവാൻ തുടങ്ങി? ഷേപ്പ് വെക്കാൻ തുടങ്ങി. ആ കൂടിന്റെ ഒരു ഷേപ്പിലേക്ക് വരാൻ തുടങ്ങി. ഒരുപാട് ദിവസം കഷ്ടപ്പെട്ടതിന് ശേഷം അവളുടെ her new nest began, അവളുടെ പുതിയ കൂട് തുടങ്ങി. to take shape കിട്ടാൻ തുടങ്ങി. അവളുടെ പുതിയ കൂടിന് ഷേപ്പ് കിട്ടാൻ തുടങ്ങി. When it was finished, the bird was so proud of herself. When it was finished, അത് പൂർത്തിയായപ്പോൾ, അപ്പോൾ എന്നുള്ള അർത്ഥത്തിലാണ് when യൂസ് ചെയ്തത് അല്ലെ. When it was finished, the bird was so proud of herself. The bird was so proud, വളരെയധികം അഭിമാനിതയായി. അഭിമാനിതയാണ് കേട്ടോ, അപമാനിതയല്ല, വളരെയധികം അഭിമാനം. ഓഫ് ഹേർസെൽഫ്, അവൾ സ്വയം. ഹേർസെൽഫ് എന്ന് പറഞ്ഞാൽ അവൾ സ്വയം. അത് ഫിനിഷ് ആയപ്പോൾ അവൾക്ക് സ്വയം അഭിമാനം തോന്നി. She had turned a difficult situation into something positive. കണ്ടോ? She had turned, അവൾ തിരിഞ്ഞിട്ടുണ്ടായിരുന്നു. എ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ, അവൾ തിരിച്ചിട്ടുണ്ടായിരുന്നു. എന്തിനെ? എ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ, ഒരു ബുദ്ധിമുട്ടുള്ള ഒരു സിറ്റുവേഷനെ, ഒരു അവസരത്തെ ഇൻ ടു സംതിങ് പോസിറ്റീവ്. വളരെ മനോഹരമായിട്ടുള്ള സെന്റൻസ് അല്ലേ. എന്തോ സംതിങ് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യത്തിലേക്ക് അവളുടെ ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു സിറ്റുവേഷനെ അവൾ എന്ത് ചെയ്തു? ടേൺ ചെയ്തു, തിരിച്ചു കളഞ്ഞു.
കണ്ടോ, നിങ്ങളെല്ലാവരും അതുപോലെ ആയിരിക്കണം. നമുക്ക് എന്തൊരു ഡിഫിക്കൽട്ടീസ് നമ്മുടെ ലൈഫിൽ വന്നാലും നമ്മൾ അതിൽ കടിച്ചു തൂങ്ങി ഇരിക്കാതെ, അതിൽ ടെൻഷൻ അടിച്ചിരിക്കാതെ ആ ഒരു കാര്യത്തെ എങ്ങനെ പോസിറ്റീവ് ആക്കാം, ആ കാര്യത്തിൽ നിന്ന് നമ്മൾ എങ്ങനെ മുക്തി നേടാം എന്നുള്ള കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുക എന്നുള്ള വളരെ നല്ലൊരു പാഠം, ഒരു ലെസൺ തന്നെയാണ് നമുക്ക് ഈ സ്റ്റോറിയിൽ നിന്ന് കിട്ടിയത് അല്ലേ. ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോവാണ്. വാട്ട് ഡിഡ് ദ ബേർഡ് ഡു ടു സോൾവ് ഹർ പ്രോബ്ലം? വാട്ട് ഡിഡ് ദ ബേർഡ് ഡു ടു സോൾവ് ഹർ പ്രോബ്ലം? പ്ലീസ് സേ ഇൻ ഇംഗ്ലീഷ്. യുവർ ആൻസർ പ്ലീസ് സേ ഇൻ ഇംഗ്ലീഷ്. എന്താണ് ചെയ്തത്? അവളുടെ പ്രോബ്ലം സോൾവ് ചെയ്യാന് നമ്മുടെ ബേർഡ് എന്താ ചെയ്തത്? യെസ്, ഷീ ഹാഡ് വർക്ക്ഡ് ഹാർഡ് അല്ലേ. ഷീ വർക്ക്ഡ് ഹാർഡ് എവറി ഡേ. അവൾ എല്ലാ ദിവസവും എന്ത് ചെയ്തു? വളരെ കഠിനാധ്വാനം ചെയ്തു അല്ലേ. ദെൻ what can we learn from the bird story? What can we learn? നമുക്ക് പഠിക്കാൻ കഴിഞ്ഞത് എന്താണ്? ദ ബേർഡ്സ് സ്റ്റോറി. ഈ ബേർഡ്സിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് പാഠം കിട്ടിയത് എന്നുള്ളത് നിങ്ങളെല്ലാവരും നിങ്ങളുടേതായിട്ടുള്ള വേർഡ്സിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? ഓരോ ആൻസേഴ്സ് പറയുമ്പോഴും ഒന്ന് പോസ് ചെയ്തിട്ട് കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ ആൻസർ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം നിങ്ങൾ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യും കൂടെ ചെയ്യുക. നിങ്ങൾക്ക് ഈ ഒരു രീതിയിലുള്ള പഠനം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ ഉപകാരപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതും കൂടെ എന്നെ കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ. എന്നാലാണ് നമുക്ക് പുതിയ പുതിയ സ്റ്റോറിയുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരാനുള്ളൊരു എനർജി ഉണ്ടാവുള്ളൂ. സോ ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിലേക്കും റിലേറ്റീവ്സിലും എല്ലാവർക്കും നിങ്ങൾ ഈ സ്റ്റോറി ഷെയർ ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കൂടെ മറക്കല്ലേ. Thanks for watching. Have a nice day.